പ്രധാനമന്ത്രിയെയും പിണറായി വിജയനെയും കടന്നാക്രമിച്ച പ്രിയങ്ക ഗാന്ധി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തിരുവനന്തപുരത്തെത്തിയ സമയത്താണ് പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ചിറയൻകീഴ് മണ്ഡലത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ശ്രദ്ധേയമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മോദി സർക്കാർ സ്വീകരിച്ച നയം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷ നൽകുന്നില്ലെന്നും മോദി നട്ടലില്ലാത്ത ഭീരുവാണെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ബി ടീമാണെന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു. ഗൾഫ് പ്രതിസന്ധിയിലും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. മോദി സർക്കാർ നയം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷ നൽകുന്നില്ല. മോദി അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ തലകുനിച്ചു. നമ്മുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് തീറെഴുതി. മോദി ഭീരുവാണ്. ഇന്ത്യക്ക് വേണ്ടി നിവർന്നു നിൽക്കാനുള്ള ധൈര്യം മോദിക്കില്ല. എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ളതുകൊണ്ടാണ് ഈ ഭയമെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ബി ടീമാണെന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു. മുഖ്യമന്ത്രിക്ക് മാത്രം എങ്ങനെയാണ് പരിഗണന ലഭിക്കുന്നത്? ശബരിമലയിൽ കൊള്ളയടിച്ചിട്ടും അന്വേഷണമില്ല. ഇടത് നേതാക്കൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? കേരളത്തിൽ ഒരു പുതിയ സർക്കാർ അത്യാവശ്യമാണെന്നും ജനങ്ങളോട് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിക്കണമെന്നും പ്രിയങ്ക ചിറയൻകീഴിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യമേഖല തകർന്നടിഞ്ഞു. കേരളത്തിൽ പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥയാണ്. കർഷകർ പ്രതിസന്ധിയിലാണെന്നും വിലക്കയറ്റം രൂക്ഷമാണെന്നും പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ആശാ സമരത്തെപ്പറ്റിയും പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. സർക്കാർ ആശാ സമരക്കാരുടെ ശബ്ദം അടിച്ചമർത്തി. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം അവരെ കണ്ടു. ആശാ വർക്കർമാർക്ക് ചെറിയ വേതനം മാത്രമാണുള്ളത്. അവരുടെ ജോലിക്കുള്ള വേതനം കിട്ടുന്നില്ല. സർക്കാർ അവരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കിയില്ല. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രിയങ്ക ഗാന്ധി ഉയർത്തിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾക്കും ദുരിത ജീവിതമാണ്. വലിയ വ്യവസായികൾ തുറമുഖം ഏറ്റെടുക്കുമ്പോൾ ദുരിതം മത്സ്യത്തൊഴിലാളികൾക്കാണ്. എംപിമാർക്ക് പലതും ചെയ്യണമെന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അവസരം നൽകുന്നില്ല. 10 വർഷമായിട്ടും സർക്കാർ ഒന്നും നൽകിയില്ല. മലയാളികളെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലെന്നും ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിശാലികളും അധ്വാനികളുമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വോട്ടർമാർ ഉയർത്തെഴുന്നേൽക്കണം. ഇനിയുള്ള 5 വർഷം കൂടെ LDFനെ സഹിക്കണമെന്ന് ചിന്തിക്കണം. വർഗീയതയുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ അകറ്റി നിർത്തണമെന്നും ചിറയൻകീഴ് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.